ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. നെക്കാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ ക്യാൻവാസിന് മുകളിലൂടെയാണ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം വാഷ് ചെയ്താലും ആ നെക്കിൻ്റെ ഉള്ളിൽ നിന്നത് വിട്ടു പോകുകയില്ല. നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വിട്ടു പോകും. 1/4 ഇഞ്ചിൽ നമുക്ക് ഇത് ഒന്ന് മാറ്റി കട്ട് ചെയ്യാം. മാറ്റി കട്ട് ചെയ്ത 1/4 ഇഞ്ച് ഇതേപോലെ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ലൈനിങ് നല്ല തുണിയിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടിയത്. നല്ല വശം വരുന്ന ഭാഗം താഴേക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. സെൻറ്റർ ഒന്ന് മാറിക്കുക. ഇതിൽ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ലൈനിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ഈ ഒരു ഭാഗം കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ താഴെ അല്ലെ നമ്മുടെ വർക്കിൻ്റെ താഴെ ഭാഗവും ലൈനിങ്ങിൻ്റെ സെൻറ്ററും വരുന്ന രീതിയിലൊന്ന് പിൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതേപോലെ ഷോൾഡറിൽ തുടങ്ങി ആം ഹോളിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരുമ്പം ലൈനിങ്ങിൻ്റെ ഒരു 2 ഇഞ്ച് മുകളിൽ വെച്ചൊന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കേട്ടോ. അതിനെന്താ വെച്ചാൽ നമുക്ക് ആ ഭാഗത്തു നിന്നാണ് ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കാനുള്ളത്. തിരിച്ചും അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങാണ് കറക്റ്റ് അളവ്. ലൈനിങ്ങിനെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്ന നല്ല തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ നെക്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാതിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ക്യാൻവാസിൽ കയറാതെ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് കയറണ്ട കേട്ടോ, അപ്പോൾ നമ്മൾ ഷേപ്പ് മാറിപ്പോകും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് 1/4 ഇഞ്ച് നീക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഈ ക്യാൻവാസിൽ കയറാതെ നമ്മൾ ആ തയ്യൽ തുമ്പ മാത്രം കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവരുത്. കട്ടായാൽ ഒന്നുകൂടി അതിൻ്റെ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നെക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് വെച്ചിട്ട് മെയിൻ തുണിയെ കയറാതെ നെക്കിലൂടെ ആ സൈഡിലെ സ്റ്റിച്ച് വന്നിരിക്കുന്ന സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് നല്ലൊരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.